ഒരു സ്ഥാപനം വിജയകരമായി വളരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വളർച്ച സമൂഹത്തിനും പ്രയോജനകരമാകണം. ഇന്ന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ടി.എ. ജോസഫ് സർ നമ്മളോടൊപ്പം കോൺഫിഡൻറ്റ് ചാരിറ്റി ഇനീഷ്യേറ്റീവായ ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന മഹത്തായ സംരംഭത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിനായി നമ്മുടെ കൂടെയുണ്ട്. സർ, ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന സംരംഭത്തിൻ്റെ പിറവിയെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇങ്ങനൊരു സംരംഭം തുടങ്ങാനുള്ള കാരണം എന്തായിരുന്നു? കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഇതുപോലുള്ള സംരംഭത്തെ സപ്പോർട്ട് ചെയ്യുന്നതും ഇത് ചെയ്യുന്നതിന് ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് സമൂഹത്തിൽ വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന, അതുപോലെ തന്നെ വളരെയധികം സാമ്പത്തിക പരാധീനതകളുള്ള കുടുംബങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ വീടായിക്കോട്ടെ, അതിപ്പോൾ രോഗികളായിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഇവരെല്ലാം ഒരു കൈത്താങ്ങ് നമ്മൾ കൊടുക്കണം എന്നുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ മനസ്സിൽ വരുന്ന ഒരു പ്രചോദനം. നമ്മൾക്ക് മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രചോദനമുണ്ട്. നമ്മളെ മാത്രം കേന്ദ്രീകരിച്ച് പോകാതെ ഇവരും കൂടി നമ്മളുടെ സമൂഹത്തിലുണ്ടെന്നും ഇവരെയും കൂടി സഹായിക്കണമെന്നുള്ള ഒരു പ്രിൻസിപ്പിളും അതിലൊരു ആഗ്രഹം, അതാണ് ഈ ഹെൽപ്പിംഗ് ഹാൻഡിൻ്റെ അടിസ്ഥാനം. എന്താണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം? സമൂഹത്തിൽ വളരെയധികം കഷ്ടത അനുഭവിക്കും. നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ, സാധാരണക്കാരുമായിട്ട് ഇടപഴകി കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും എന്തോരം ആൾക്കാർ ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്നു. രോഗികൾക്ക് ഒരു മെഡിസിൻ പോലും വാങ്ങിക്കാൻ പറ്റാത്ത, ഏത് രോഗിയാണെങ്കിലും അവർക്കും ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സാമ്പത്തികമായ ബുദ്ധിമുട്ട് വളരെയധികം കാണുമ്പോൾ നമ്മൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലും. അതാണ് അതിൻ്റെ ഇത്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഒരു കൺസിസ്റ്റൻസിയോടുകൂടി തന്നെ ചെയ്യുന്ന ഒരു പ്രക്രിയ ആയിരിക്കണമെന്ന് നമ്മൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു എന്താ പറയുക വെർട്ടിക്കിൾ തന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് പ്ലാൻ ചെയ്തത്. ഹെൽപ്പിംഗ് ഹാൻഡിനെ ഒരു സാധാരണ ചാരിറ്റി പ്രവർത്തനത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണ്? കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയ്യുന്ന ഈ ഹെൽപ്പിംഗ് ഹാൻഡ് പദ്ധതിയിലൂടെ കിട്ടുന്നത് പല വിധത്തിലുള്ള രോഗികളെ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കും. ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി അവരുടെ വേദനകൾ മനസ്സിലാക്കി ചെയ്യുന്നൊരു കാര്യമാണ്. അല്ലാതെ വെറുതെ ചാരിറ്റിക്ക് വേണ്ടി എന്തോ ചെയ്യുന്നു, എന്തോ കൊടുക്കുന്നു, അയാൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കുന്നു, അതല്ല. പക്ഷെ ഇതെല്ലാം ഒരു സ്പ്രെഡായിട്ട് എല്ലാവർക്കും എല്ലാവരിലേക്കും എത്തുക. ആവശ്യമുള്ള ആൾക്കാരുടെ എല്ലാവരിലും എത്തണം. അത് എന്നിരുന്നാൽ തന്നെ നമ്മളുടെ ഒരു ബഡ്ജറ്റുണ്ട്, എന്തിനും ഒരു ബഡ്ജറ്റ് ഉണ്ടാവും. ആ ബഡ്ജറ്റിൽ അധികരിച്ച് പോകാനും പാടില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണിത് കാഴ്ചവെക്കുന്നത്. സർ, ഹൗസ് ചാലഞ്ച് പദ്ധതിയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? നമ്മൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് പല റിയാലിറ്റി ഷോകളെല്ലാം സ്പോൺസർ ചെയ്യാറുണ്ട്. പലരും കണ്ടിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും സർ. അപ്പോൾ ആൾക്കാരെല്ലാം വിചാരിക്കും ഇതെന്തോ ഫെയിമിന് വേണ്ടി ചെയ്യണമെന്നുള്ളതാണ്. വാരിക്കോരി കൊടുക്കുന്നുണ്ടല്ലോ, അവാർഡുകളായിട്ടും പൈസ ആയിട്ടും ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷേ നമ്മൾ അതിനെ തന്നെ ഇതുപോലെ ആൾക്കാർ, ഇത് കണ്ടിട്ട് വരുന്ന വളരെ താഴ്ന്ന നിലയിലുള്ള ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കൈസഹായം കിട്ടുമെന്നുള്ള ഒരു ഉറപ്പിലാണ് പറഞ്ഞത്. അവരുടെ വാഞ്ചയാണ് അത്. അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടി എനിക്ക് കാര്യങ്ങൾ നടത്തണം. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന കമ്പനി ഇവിടെ ചെയ്തുകൊണ്ടൊരു വീടുകൾ, സ്വപ്ന ഭവനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അത് ഓഫ് കോഴ്സ് സാമ്പത്തികമുള്ള ആൾക്കാർക്കും സാമ്പത്തികം അധികം ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ഒരു ഭവനം. ഇപ്പോൾ നമ്മളതിപ്പോഴുള്ള സെഗ്മെൻറ്റ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനിടയിലും ധാരാളം ആൾക്കാർ സ്വന്തം ഭവനമില്ലാതെ നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട്. കുടിലുകൾ കെട്ടി, ഷീറ്റുകൾ കെട്ടി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ കൂടുതലും ഒന്ന് തൊഴിലില്ലാത്ത ആൾക്കാരുണ്ടാവും, അതുപോലെ രോഗികളായ ആൾക്കാരുടെ കുടുംബത്തിലുണ്ടാവും, ഡിഫറൻ്റ്ലി ഏബിൾഡ് കുട്ടികളുണ്ടാവും, പെൺകുട്ടികളുള്ള വീടുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എന്താ പറയുക, ഒരു സെക്യൂരിറ്റി ലൈഫിലില്ല. ഇപ്പോൾ ഒരു കുടുംബത്ത് അവർക്ക് നല്ലൊരു ഭവനമില്ല, ഷീറ്റും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു നല്ലൊരു ശുചിമുറി പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ പ്രായപൂർത്തിയായ പെൺകുട്ടികളൊക്കെ ഉള്ളിടത്ത് അവരുടെ മാതാപിതാക്കളുടെ വേദന ഇതൊക്കെ നമ്മൾ കാണണമല്ലോ. ഇതൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള ഒരു പ്രചോദനമായിട്ട് വന്നത്. അങ്ങനെയാണ്
ഏകദേശം ഒരു 8 വർഷം മുമ്പ് നമ്മുടെ തൊപ്പുംപടി അവർ ലേഡീസ് കോൺവെൻറ്റ് സ്കൂള്, അവർ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ, അന്നത്തെ പ്രിൻസിപ്പൾ സിസ്റ്റർ ലിസി ചക്കാലക്കൽ, അതുപോലെ തന്നെ അവർ ടീച്ചേഴ്സും കുറച്ച് കുട്ടികളുമായിട്ട് ഒരു ദിവസം നമ്മുടെ ഓഫീസിലേക്ക് വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ഇതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി, അപ്പോൾ സാറിൻ്റെ സഹായം കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, അത് നമുക്ക് നോക്കാം. പക്ഷേ എന്ത് ചെയ്താലും നമ്മൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യും. ഇതെല്ലാം ബോഗസാണോ അല്ലെങ്കിൽ മറ്റതാണോ, ഇതെല്ലാം നമ്മൾ നോക്കണമല്ലോ. നമ്മളുടെ കൊടുക്കുന്ന ഒരു പൈസ അർഹതരായ ആൾക്കാർക്ക് തന്നെ ചെല്ലണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ സിസ്റ്ററിനോട് പറഞ്ഞു, ഞാൻ ചെയ്തു തരാം, ഞാൻ 2-3 കാര്യങ്ങളൊന്ന് നോക്കിയിട്ട് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ ചെയ്തു കൊടുക്കുന്ന ഒരു വീട് ഇനോഗ്രേറ്റ് ചെയ്യും, നിങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട ആ അവസ്ഥകളും ആ കുടുംബനാഥയുടെ കരച്ചിലും, മിക്കവാറും തന്നെ ഹസ്ബൻഡ്മാരുണ്ടാവില്ല, അവരൊക്കെ ചിലപ്പോൾ മദ്യപിച്ച് അങ്ങനെയൊക്കെയുള്ള കുടുംബം ഷാറ്റഡായി പോകണം. അപ്പോൾ അങ്ങനെയുള്ളത് കണ്ടപ്പോൾ എനിക്ക് തന്നെ വളരെയധികം ഇത് തോന്നി. അപ്പോൾ അവിടുത്തെ വേറൊരു പ്രത്യേകത ലേബർ സൈഡിൽ നിന്നുള്ള, അതായത് ഇത് പണിയണമെങ്കിൽ ലേബേഴ്സുമാണ്, അവരെല്ലാം കോംപ്ലിമെൻ്ററി ആയിട്ട് ചെയ്തു കൊടുക്കുകയാണ്. അവരിതെല്ലാം തന്നെത്താൻ തന്നെ അതിന് ഫ്രീ ആയിട്ട് ചെന്നു കൊടുക്കും. ചില ആൾക്കാരെല്ലാം പല ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഇവരെ സഹായിക്കാൻ വേണ്ടി സൺഡേസിൽ സാറ്റർഡേസിൽ വർക്കില്ലാത്ത ദിവസങ്ങൾ ഇവിടെ വന്ന് പണിത് കൊടുക്കുന്ന ഒരു അവസ്ഥ. അതങ്ങനെ ഒരു കൂട്ടായ്മ, വലിയൊരു കൂട്ടായ്മ ഉണ്ട്. കുട്ടികളുണ്ടാവും, സ്കൂളിലെ കുട്ടികളുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ഹൗസ് ചലഞ്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്യണത്. അവരുടെ 15ാമത്തെ വീടെന്തോയായിരുന്നു അന്ന്. ആ വീട് ഞാൻ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു, കമ്പനി വെച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ അത് ചെല്ലാനോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ഒരു വീട് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഏകദേശം ഒരു 15 വീടുകളോളം നമ്മൾ ഫുള്ളായിട്ട് ചെയ്തു കൊടുത്തു. അതിൽ കൂടുതലായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സിസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ 220 വീടുകളോളം ടോട്ടൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആസ് ഓഫ് നൗ. അതിലെല്ലാത്തിലും ഈ 15 ആദ്യത്തെ ഒഴിച്ച് ബാക്കി എല്ലാ വീടുകളിലും കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ സിഗ്നേച്ചറുണ്ട്. അവർക്ക് സിസ്റ്റർ തന്നെ എന്നോട് പറയാറുണ്ട്, ജോസഫ് സാറിൻ്റെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, അതായത് ഒരു കമ്മിറ്റ്മെൻറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. കമ്മിറ്റ്മെൻറ്റ് ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു കമ്മിറ്റ്മെൻറ്റ് ഞാൻ കൊടുക്കും, ഇത്ര രൂപ ഒരു വീടിനെന്നുള്ളത്. അപ്പോൾ സിസ്റ്ററിന് അത് വെച്ച് തുടങ്ങാൻ സാധിക്കുന്നു. മനസ്സിലായില്ല? അതാണ് അതിൻ്റെ അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പറയുന്ന കമ്മിറ്റ്മെൻറ്റ് ഫോർ 12 months അത് ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓണം സെലിബ്രേഷൻ എന്നാണ് കമ്പനിയുടെ. സാധാരണ ആൾക്കാർ ഐഫണ്ട് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലുള്ള ചാരിറ്റി സംഘടനകളെല്ലാം വിളിച്ച് അവിടെ ഇവർക്ക് വേണ്ടുന്ന ഫണ്ടുകളൊക്കെ ഈ 12 മാസത്തെ ചെക്കുകളും അന്ന് ഹാൻഡ് ഓവർ ചെയ്യും. എല്ലാ മാസത്തും ഇത്ര രൂപ അത് വെച്ചിട്ട് അവർക്ക് ആ ഒരു വർഷം മുഴുവനും അവർക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും. അത് തന്നെ ആ ഹൗസ് ചലഞ്ചിനെ വളരെയധികം മികവുള്ളതാക്കി തീർന്നു. ആദ്യം നമ്മൾ കൊടുക്കുന്ന 1 ലക്ഷമാണെന്ന് വിചാരിച്ചു. ഈ 1 ലക്ഷം രൂപ വെച്ച് തുടങ്ങിക്കഴിയുമ്പോൾ വേറെ ആൾക്കാരും വന്ന് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, ജനങ്ങൾ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, കുട്ടികൾ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ അതൊരു വലിയൊരു വിപ്ലവമായി മാറി. ഇപ്പോൾ എല്ലായിടത്തും നമുക്ക് കാണാം, ഇതുപോലെ വീട് വെച്ച് കൊടുക്കുന്നു, രാഷ്ട്രീയക്കാരോ അല്ലാത്തവരോ എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എല്ലാം പ്രചോദനം ഇന്ന് കേരളത്തിൽ സമൂഹത്തിലുണ്ടായത് ഈ ഒരൊറ്റ ആക്ടിവിറ്റീസും ഉണ്ടാവും, ഹൗസ് ചലഞ്ച് എന്ന് പറഞ്ഞു. ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പോൾ ഒരു 20 വീടുകളുടെ പണി കൂടി ആരംഭിക്കുന്നുണ്ട്. അത് പട്ടിമറ്റത്താണ്. അതിൻ്റെ 1 ഏക്കർ സ്ഥലം എൻ്റെ തന്നെ ഒരു ബന്ധുവാണ് ഫ്രീ ആയിട്ട് കൊടുത്തത്. പക്ഷെ അതിൻ്റെ തറക്കല്ലൊക്കെ ഇട്ട് പണി നടക്കുന്നു. പക്ഷേ അതിനിടയ്ക്ക് നമ്മളുടെ നാട്ടുകാരല്ലേ പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്ന് അവിടെ അത് റോഡ് ബ്ലോക്ക് ചെയ്യലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നു. മിക്കവാറും അടുത്ത് തന്നെ അത് ക്ലിയർ ആവും. അത് കഴിഞ്ഞാൽ അതിലേക്ക് ഫുൾ സ്വിങ്ങായിട്ട് നമ്മൾ വർക്ക് ചെയ്യും. അതിൽ ആദ്യത്തെ വീട് ഫുൾ എമൗണ്ട് നമ്മൾ തന്നെ മുടക്കിയത് പണയും, ബാക്കിയുള്ളതിൽ നമ്മുടെ ഈ സിഗ്നേച്ചർ ഉണ്ടാവും. അതാണ് അതിൻ്റെ പ്രോഗ്രാം. സർ, കേരളത്തിലുള്ള പല ബിസിനസ് ഗ്രൂപ്പ്സും സ്വന്തം ഫണ്ട് ഉപയോഗിച്ചിട്ടാണോ അല്ലെങ്കിൽ CSR ഫണ്ട് യൂസ് ചെയ്തിട്ടാണോ ചാരിറ്റി ചെയ്യുന്നത്? കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം 99% ഇതുപോലുള്ള ചാരിറ്റികൾ ചെയ്യുന്ന കമ്പനികൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്സ്, ഇവർക്കെല്ലാം
അവർ 1000 crore കൂടുതലാണെങ്കിൽ ടേൺ ഓവർ അതിൻ്റെ സർട്ടൺ പെർസെൻറ്റേജ് CSRലേക്ക് ചെയ്തിരിക്കണം. ഓക്കെ. അത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം തന്നെ. ചെയ്തിരിക്കണം. അപ്പോൾ അവരത് ബൈ മാൻഡറ്ററി ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് അത് കൊടുക്കേണ്ടതാണ്. അതിൽ ₹1 കുറച്ച് കൊടുക്കാൻ പറ്റില്ല അവർക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് കൂടുതൽ നിങ്ങൾ കാണുന്നത്. ഇതുപോലെ നമ്മൾ ചെയ്യണപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഒരു വർഷം ഏറ്റവും കുറഞ്ഞ ഒരു 2-2.5 കോടി രൂപ ഇതിനു വേണ്ടി ചിലവാക്കും ഈ പാവങ്ങൾക്ക് വേണ്ടി. മനസ്സിലായില്ലേ? അത് നമ്മളുടെ ലാഭത്തിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ അതിൽ നിന്നാണ് അത് പങ്കുവെച്ചു കൊടുക്കുന്നത്. സർ, ബട്ടർഫ്ലൈ ക്യാൻസർ കെയർ ഫൗണ്ടേഷൻ എന്ന ഈ ഒരു സംഘടനയുമായുള്ള സാറിൻ്റെ ഒരു ബന്ധം അതുമൂലമുണ്ടായ കാര്യങ്ങളൊന്ന് വിവരിക്കാമോ? ഏകദേശം ഒരു 6 വർഷം മുമ്പായിരുന്നു ഈ ബട്ടർഫ്ലൈ ക്യാൻസർ ഫൗണ്ടേഷനെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. ഞാൻ അതൊരു മലയാള മനോരമയിൽ വന്നൊരു ഫീച്ചറിൽ വന്നിരുന്നതാണ്. ഈ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു NGO ആണത്. പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളായ മാതാപിതാക്കളുടെ മാതാവിൻ്റെ പിതാവിൻ്റെ ആ ഭവനത്തിൽ ആ കുടുംബത്തിലെ കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ, അതുപോലെ അവരുടെ എഡ്യൂക്കേഷനിൽ ബാധിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം ചെയ്യുന്ന ഒരു NGO ആണ് ഈ ബട്ടർഫ്ലൈ ക്യാൻസർ ഫൗണ്ടേഷൻ. ഓൺകോളജി ഡോക്ടേഴ്സ്, അതുപോലെ റിസർച്ചേഴ്സ്, അതുപോലെ സ്റ്റുഡൻസ്, അതുപോലെ ഇതുമായിട്ട് സഹകരിച്ചുകൊണ്ടിരുന്ന ധാരാളം പേര് ഉള്ള ഒരു പ്രസ്ഥാനമാണ്. നമ്മളുടെ കമ്പനിയിൽ ഇതുപോലുള്ള രോഗികൾ പല രീതിയിലും സാമ്പത്തിക സഹായത്തിന് വേണ്ടി വരാറുണ്ടായിരുന്നു. ഇവർക്കെല്ലാം നമ്മൾ ഒരാളെയും വെറും കൈയോട് പറഞ്ഞു വിടുന്നില്ല, നമ്മൾ സഹായിച്ചു കൊടുക്കും. പക്ഷെ അതൊരു സസ്റ്റൈനബിൾ മോഡലെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവർക്കും കൊടുത്ത് എല്ലാവർക്കും അങ്ങനെ ഒരാൾക്ക് മാത്രം ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളതല്ലല്ലോ. അപ്പോൾ അതിനൊരു മോഡൽ ഉണ്ടാകണം. അപ്പോൾ എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു ഒരു ഫാർമസി. ഈ ഫാർമസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫാർമസിയിൽ കൊടുക്കുന്ന മെഡിസിൻസ് ഡയറക്റ്റ്ലി കമ്പനികളിൽ നിന്ന് പ്രൊക്യൂർ ചെയ്ത് അതേ വിലയ്ക്ക് തന്നെ അല്ലെങ്കിൽ അതിൽ കുറച്ച് വിലയ്ക്ക്, കുറച്ചുകൂടി കമ്പനി ഷെയർ ചെയ്തുകൊണ്ട് കുറച്ച് വിലയ്ക്ക് ഈ പാവപ്പെട്ട ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഡ്രീം. അങ്ങനെയാണ് ഈ ബട്ടർഫ്ലൈനെ ഞാൻ പേപ്പറിൽ കാണുന്നതും അതനുസരിച്ച് ഇവരെ കൂട്ടി പഠിക്കാൻ തുടങ്ങിയത്. സർ, ബട്ടർഫ്ലൈ ക്യാൻസർ കെയർ ഫൗണ്ടേഷൻ പദ്ധതിയിലൂടെ ഇതുവരെ നടത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ബട്ടർഫ്ലൈ ക്യാൻസർ ഫൗണ്ടേഷൻ്റെ പ്രിൻസിപ്പിൾ തന്നെ, ഫൗണ്ടേഷൻ തന്നെ ക്യാൻസർ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ഭവനങ്ങളിലുള്ള കുട്ടികളെയും അവരെയും അതുപോലെയുള്ള അവരുടെ വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ, കൗൺസിലിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വീട്ടുകാർക്ക് കൗൺസിലിങ്, ഇതൊക്കെയാണ് അവർ ചെയ്യുക. അതുപോലെ അവർക്ക് മറ്റുള്ള സഹായങ്ങൾ, എല്ലാ തരത്തിലുള്ള സഹായങ്ങളും കൊടുക്കും. പക്ഷേ ഇവർക്ക് അധികം സാമ്പത്തികമായിട്ട് കൊടുക്കാനുള്ള ഒരു കെൽപ്പില്ല. അപ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു വളരെ അട്രാക്റ്റീവ് ആയപ്പോൾ എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു ഒരു ഫാർമസി കൊണ്ട് ഈ ആൾക്കാരെ സേവ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ ബട്ടർഫ്ലൈക്കാരെ ഞാൻ വിളിപ്പിച്ചു, ഓഫീസിലേക്ക് വിളിപ്പിച്ചു, എൻ്റെ ഡ്രീം പ്രോജക്റ്റ് പറഞ്ഞു. അതിലവർ വളരെയധികം സന്തോഷിച്ചു. അപ്പോൾ ഈ പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി ഞാൻ സപ്പോർട്ട് ചെയ്യണം. ബട്ടർഫ്ലൈ ക്യാൻസർ ഫൗണ്ടേഷന് സ്പെസിഫിക്കായിട്ട് അവരുടെ ആക്ടിവിറ്റീസിന് വേണ്ടി എല്ലാ മാസവും ഇതേപോലെ തന്നെ പൈസ കൊടുത്തുകൊണ്ടിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് വർക്കൗട്ട് ചെയ്തു. അങ്ങനെ 2020 ക്യാൻസർ ഡേയുടെ ഫെബ്രുവരി 4-ാം തീയതി ഈ ഒരു ഫാർമസി നമ്മൾ ഓപ്പൺ ചെയ്തു. ഈ ഫാർമസി ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ബട്ടർഫ്ലൈ ക്യാൻസർ ഫൗണ്ടേഷനാണ് അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കി നടത്തുന്നത്, മാനേജ് ചെയ്യുന്നത്. നമ്മൾക്ക് പോയി അത് മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫാർമസിക്ക് വേണ്ടുന്ന എല്ലാ എക്യുപ്മെൻറ്റ്സ്, എല്ലാ മെഡിസിൻസ്, അതുപോലെ ഫ്രിഡ്ജ്, എല്ലാ കാര്യങ്ങളും, ഇൻറ്റീരിയേഴ്സ്, സ്ഥലം എല്ലാം കൊടുത്തു, മെഡിസിനെ എല്ലാം അപ്പോയിൻമെൻറ്റ് ചെയ്തു. ഇവർ ഈ ഓവർ ഹെഡ്സോ അതിൻ്റെ അകത്ത് ഒരു തുള്ളി വെള്ളത്തിന് പോലും ലാഭമായിട്ട് നമ്മൾ എടുക്കുന്നില്ല. ഇതെല്ലാം കമ്പനീനെ അന്നോട്ട് ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താണ് നമ്മളുടെ ദ ഡ്രീം വാസ് ആ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക്, പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് ഒരു പെനഡോൾ പോലും വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആൾക്കാർ, അവർക്ക് ഒരു നല്ല റേറ്റിൽ ഇത് കൊടുക്കുക. അപ്പോൾ ഈ കമ്പനികളിൽ നിന്ന് മേടിക്കുമ്പോൾ
സത്യത്തിൽ ഏകദേശം 30% to 70% വരെ ഡിസ്കൗണ്ട് കിട്ടും. കാരണം ഇവിടുത്തെ MRP വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇതേ മെഡിസിൻ ഫാർമസിയിലോ മറ്റുള്ള ഫാർമസിയിലോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകളിലോ ഇപ്പോൾ കൂടുതലും ഗവൺമെൻറ് അത് ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിക്കണമല്ലോ, അങ്ങനെയാണ് ഇപ്പോൾ സിസ്റ്റം. അപ്പോൾ അവിടെയൊക്കെ വാങ്ങിക്കുന്നു വെച്ച് നോക്കുമ്പോൾ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് 30% തൊട്ട് 70% വരെ ഇതിൻ്റെ ഡിസ്കൗണ്ട് കിട്ടുക. ഡിഫറെൻറ്റ് വേറെ ബ്രാൻഡ് മെഡിസിൻസും അതിൻ്റെ ഇതനുസരിച്ച്. അപ്പോൾ ഇത് ഈ പാവപ്പെട്ട ആളെ സംബന്ധിച്ചിടത്തോളം 100 രൂപയുടെ മെഡിസിൻ മേടിക്കുന്നതിന് ആവറേജ് ചിലപ്പോൾ ഒരു 40 രൂപയ്ക്ക് കിട്ടും. വേറെ MRP അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 100 രൂപയാണ്. അപ്പോൾ അതൊരു സംബന്ധിച്ചിടത്തോളം വളരെ, അപ്പോൾ നമ്മളുടെ ആ ഒരു എന്താ പറയുക, അതൊരു ഒരു പ്രോഗ്രാം ഒരു സസ്റ്റൈനബിൾ മോഡലാണ്. അതുകൊണ്ട് ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുക, അതേ ഫോഴ്സിലും അതേ ഗ്രാവിറ്റിയിലും നടന്നുകൊണ്ടിരിക്കുക. അല്ലാതെ ഇത് ഞാൻ കമ്പനി തന്നെ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് നടക്കില്ല. കാരണം പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഇന്നും അങ്ങനെ പോകുന്നു. അതിൻ്റെ സഹായങ്ങൾ മറ്റുള്ള ഇതുപോലുള്ള പാവപ്പെട്ട രോഗികൾക്കും കിട്ടുന്നു. അതേപോലെ തന്നെ സാമ്പത്തികമുള്ള ആൾക്കാർക്കും മേടിക്കുക. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ മെഡിസിന് 70 ആർക്കും പണം തന്നെയല്ലേ. അവർ ബുദ്ധിമുട്ടി. കാരണം ഒരു ക്യാൻസർ രോഗം വന്ന ഒരു ഭവനത്തിലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ ഷാറ്റേഡാണ്. സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ, മാനസികമായിട്ട് പ്രശ്നങ്ങൾ എല്ലാം. അപ്പം അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ അത് ഇന്നും അവർ നടത്തിക്കൊണ്ടുപോകുന്നു. എല്ലാ കാര്യങ്ങളും നല്ല പെർഫെക്റ്റായിട്ട് നടക്കുന്നു. എല്ലാ 3-ാം മാസം നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നു. ഈ ഫാർമസിയിലൂടെ ഏകദേശം 2.5 കോടി 3 കോടി രൂപയുടെ മരുന്നുകൾ, 3 കോടി രൂപ എന്ന് പറഞ്ഞാൽ MRP ഞാൻ പറഞ്ഞത്. 3 കോടി രൂപയുടെ മരുന്ന് MRP വെച്ച് കടകളിൽ നിന്നോ മെഡിക്കൽ ഷോപ്പിൽ നിന്നോ ഹോസ്പിറ്റലിൽ നിന്നോ വാങ്ങിക്കുന്നത് MRP ആയിരിക്കും. ആ MRPയിൽ 2.5 കോടി 3 കോടി രൂപയോളം നമ്മളെല്ലാ വർഷവും ഇവർ ചെയ്യുന്നുണ്ട്. ബട്ടർഫ്ലൈ ക്യാൻസർ ഫൗണ്ടേഷൻ. ഇതിൻ്റെ നെറ്റ് നമ്മൾ കൊടുക്കുന്ന ഈ പാവപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ ആവശ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അതിന് ആക്ച്വലി നെറ്റ് വരുന്നത് 1.5 കോടി രൂപ കൂടുതൽ വരുന്നില്ല. സോ ഈ 1.5 കോടി രൂപ അല്ലെങ്കിൽ 1.25 കോടി രൂപ ഈ ആവശ്യക്കാർ, വളരെ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഹോസ്പിറ്റലുകാരും മെഡിക്കൽ ഷോപ്പുകാരൊക്കെ ഒരു ബിസിനസ്സാണ് ചെയ്യണേ. അവർക്കും അവരുടേതായ കാര്യങ്ങളുണ്ട് ഇതിന് പൈസ. ഇത് അവർ ചാരിറ്റി ആയിട്ടല്ലല്ലോ ചെയ്യണം. അപ്പോൾ അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഓവർ ഹെഡ്സ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവരിത് ചെയ്യും. നമ്മൾ ഇങ്ങനെയും ചെയ്യും. ഒരു ഓവർ ഹെഡ്സും ഇല്ല, ഒന്നുമില്ല. എന്നിരുന്നാലും എല്ലാ മാസവും എന്നിട്ടും നമ്മളൊരു 2 ലക്ഷം രൂപ വെച്ച് ഫാർമസിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നിർധനരായ ആൾക്കാർ വന്നു, ഒരു മാർഗമില്ലാത്ത ആൾക്കാർ വരുമ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് സൗകര്യം ലഭ്യമാക്കുന്നതിനായി ഹെൽപ്പിംഗ് ഹാൻഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പദ്ധതികളെ കുറിച്ചൊന്ന് പറയാമോ? നമ്മളുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്ന 2-3 കാറ്റഗറിയാണ് രോഗികൾ. ക്യാൻസർ, കിഡ്നി, അതുപോലെ തന്നെ മറ്റുള്ള പല ലിവർ സംബന്ധമായ, അതൊക്കെ കുറേ കൂടിയൊക്കെ കൺട്രോളബിളാണ്. പക്ഷെ ക്യാൻസറും കിഡ്നിയും ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് ഗെയിമാണ്. അത് സാധാരണക്കാർക്ക്, പാവപ്പെട്ട ആൾക്കാർക്ക് അതൊന്നും വേറെ കപ്പാസിറ്റി ഉണ്ടാവില്ല. ഇന്ന് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പുരവിറ്റാണെങ്കിലും അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. തീർച്ചയായിട്ടും. അപ്പോൾ അതൊരു ഷാറ്റേഡ് ലൈഫിലേക്കാണ് ഒരു ഗുണം. പക്ഷെ അതൊന്നും നമ്മൾ ആൾക്കാർ നോക്കാറില്ല. അത് പറഞ്ഞ് ഇപ്പം അപ്പന് വന്നു, അമ്മയ്ക്ക് വന്നു, അല്ലെങ്കിൽ സഹോദരിക്ക് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൈവിടുന്ന ആൾക്കാരല്ല മലയാളികൾ. അപ്പോൾ എന്താണ്, അവർ കംപ്ലീറ്റ് കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യും. അതുകൊണ്ട് നമ്മൾ ക്യാൻസർ ആൾക്കാർക്ക് വേണ്ടി ഫാർമസി വഴിയും അല്ലാതെ എല്ലാം ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഇതുകൂടി നമ്മളുടെ മനസ്സിലേക്ക് കയറി വന്നു. ഇതും പല ഡയാലിസിസ് രോഗികൾ ഡയാലിസിസ് ചെയ്യാൻ പൈസ ഇല്ലാതെ വന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. ഒരു ഡയാലിസിസ് ഒരാൾക്ക് ഒരാഴ്ചയിൽ 3 ഡയാലിസിസ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കാതെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ രോഗിയുടെ ജീവിതം വളരെ മാരകമാണ്. ഒന്നത് ധാരാളം റെസ്ട്രിക്ഷൻസ്, ഫുഡ് കഴിക്കാനില്ല, വെള്ളം കഴിക്കാൻ പറ്റില്ല,
പിന്നെ സ്ക്രാച്ചസ് അത് ഇതൊക്കെ ആയിട്ട് റാഷും അതും ഇതൊക്കെ ആയിട്ട് വരും, മനസ്സിലായില്ലേ? അപ്പം ഇവരുടെ ആ ഒരു നേരം ഡയാലിസിസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്ന അവരുടെ മാനസിക നില, അവരുടെ കുടുംബത്തിൻ്റെ മാനസിക നില, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഞാൻ എൻ്റെ പല ഒരു ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ തന്നെ, ചെറുപ്പം തൊട്ടുള്ള തന്നെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ കൈ കൊടുക്കുമായിരുന്നു അവർക്ക്. അങ്ങനെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതേപോലെ തന്നെ ഒരു ക്യാൻസർ ഫൗണ്ടേഷൻ ചെയ്യുന്നത് പോലെ കിഡ്നി ഫൗണ്ടേഷൻ്റെ കാര്യങ്ങളോ അതേപോലെ തന്നെ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിക്കുകയും അങ്ങനെ ഇതും എല്ലാവരിലേക്കും എത്തണം. അതുകൊണ്ട് നമ്മളിവിടെ കേരളത്തിൽ കൊച്ചിയിൽ തന്നെ 4-5 ഹോസ്പിറ്റൽസിന് തിരഞ്ഞെടുത്തു. നമ്മൾക്ക് ഓരോരുത്തർക്കും പൈസ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് അവർക്കെല്ലാം ഫിക്സഡ് ആയിട്ട് 1 വർഷത്തെ ചെക്ക് കൊടുക്കും. എല്ലാ മാസവും ഇത്ര രൂപ വെച്ച് എല്ലാവർക്കും. എന്നിട്ട് അവരോട് പറയും 50% രോഗികൾ കൊണ്ടുവരട്ടെ, 50% നമ്മളുടെ ഇത് കൊടുക്കും. പിന്നെ ഇതിപ്പോഴുള്ള ഹോസ്പിറ്റൽ കൂടുതൽ ചാരിറ്റി ഹോസ്പിറ്റലിലേക്കാണ് ചെയ്യണം. അപ്പോൾ അവരും കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ഡയാലിസിസ് ഇവർക്കൊരു 300 രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു പ്രകാശമുണ്ട്. ഒരു പ്രകാശം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ആശ്വാസം പോലെയാണ്. അവർ ജീവിക്കുന്ന വളരെ കുറച്ച് കാലമായിരിക്കാം. അതുപോലെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഉണ്ട്, അതിനും ആൾക്കാർ വരാറുണ്ട്. അവിടെയും നമ്മൾ അത് വേറെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ടൊരു 4 വർഷമായിട്ട് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് എല്ലാവർക്കും കിട്ടണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഇത് അവർക്ക് 30 ഒരാഴ്ചയിൽ 3 ഡയാലിസിസ് ഉണ്ടെങ്കിൽ ഇൻറ്റു 4 12 ഡയാലിസിസിനുള്ള പൈസ ഹോസ്പിറ്റലിൽ ഉണ്ടാവും. അതിൻ്റെ പകുതി ഇവർ കൊടുക്കുക, പകുതി. അപ്പോൾ അതൊരു അവരെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം. രോഗിയാണ്, സന്തോഷമൊന്നുമില്ല, എന്നിരുന്നാലും തന്നെയും അവരുടെ ഒരു ഹോപ്പ് കിട്ടുമല്ലോ, നാളെ എനിക്ക് ജീവിക്കാം എന്നുള്ളത്. സർ, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് സൊസൈറ്റി ഓഫ് ഇന്ത്യനെ കുറിച്ചിട്ടൊന്ന് വിശദീകരിക്കാമോ? നമ്മളൊരു ജീവിതത്തിൽ ആൾക്കാരെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് MSSൻ്റെ മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് എന്നുള്ളതാണ് രോഗിയുടെ പേര്. ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരു പ്രാവശ്യം മലയാറ്റൂരൊരു ഇതിൽ ആയുർവേദ സെൻറ്ററിൽ പോയി 2 ആഴ്ച അവിടെ താമസിച്ചു. അപ്പോൾ അവിടെയുള്ള എല്ലാ രോഗികളും പല 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 ഡെഫിഷ്യൻസിയാണ് ഇവർക്ക്. അപ്പോൾ ഇവരെല്ലാം എന്നോട് വന്നിട്ട് ചോദിച്ചു, സാർ എന്താ ഇവിടെ ഇരിക്കും, സാറ് MS ആണോ? എനിക്ക് അതിൻ്റെ സത്യത്തിൻ്റെ ഫുൾ ഫോം പോലും അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ അവരോട് ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ നേരെ നിന്ന് മൊബൈലിലെടുത്ത് നോക്കിയപ്പോൾ ഈ സാധനം കിട്ടി. അപ്പോൾ അവിടെ കൂടുതലും വരുന്നത് വിദേശികളൊക്കെ ഉണ്ട്, ജർമ്മൻ അമേരിക്കൻസ് ഒക്കെ വന്നിട്ട് അവിടെ ചെയ്യണം. അവരുടെ ജീവിത നിലവാരം വളരെ മോശമാണ്. കാരണം അവർക്കൊരിടത്തും പോയി കൈനീട്ടാൻ പറ്റില്ല, അവർക്കൊരിടത്തും പോയി ഒരാൾ ചോദിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരാൾ MS ഉള്ള ആൾക്ക് എൻ്റെ അടുത്തേ വന്ന് ചോദിച്ചു എന്നിട്ട് പൂർണ്ണ ആരോഗ്യമായിട്ട് കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും, മനസ്സിലായിട്ട്. പക്ഷെ അവർക്ക് ഇതിന് മെഡിസിനും ഇല്ല. പിന്നെ ഇവർക്ക് കൂടുതലും ചെയ്യുന്നത് പെൻസിലിനും സ്റ്റിറോയിഡ്സും അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ആ ഹോസ്പിറ്റൽ ആയുർവേദിക്കായിട്ട് അത് നല്ല രീതിയിൽ ചെയ്യുന്നു. ഇനിഷ്യലായിട്ടാണെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കുന്നുണ്ട് അദ്ദേഹം, മനസ്സിലായി. അത്ര വലിയൊരു കെയർ ആണ്. അപ്പം ഈ ബ്രാക്കറ്റിൽ ഈ MS ഉള്ള ആൾക്കാരുടെ ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ അടുത്ത് ഇതുപോലെ തന്നെ എല്ലാ ഓണത്തിനും നമ്മളിത് കൊടുക്കുമല്ലോ, ഈ ചെക്കുകൾ, സഹായങ്ങൾ, എല്ലാ വിങ്ങിലുള്ള സഹായങ്ങളും. അപ്പോൾ ഇവരും കയറി വന്നു. ഇവർ പറഞ്ഞു ഞങ്ങൾക്കും സാർ ഇതറിഞ്ഞിട്ട് അവരും വന്നു. അവർ വന്നിട്ട് ഞങ്ങൾക്കും എന്തെങ്കിലും സഹായം ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ട് അവരെയും കൂടി ഇതിൻ്റെ അകത്ത് പെടുത്തി അവർക്കുള്ള മെഡിസിൻസും ഇവിടെ നിന്ന് ഇതേപോലെ കൊടുക്കാൻ തുടങ്ങി. അത് അവർക്ക് വലിയ അനുഗ്രഹമായി. പിന്നെ അവരുടെ പല കാര്യങ്ങളും നമ്മൾ സ്പോൺസർ ചെയ്ത് കൊടുക്കുക അങ്ങനെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന് ദർ ഇസ് നോ എസ്കേപ്പ്. ആ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പോകത്തുള്ളൂ. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ ജയ്പൂരിലുള്ള ഡയമണ്ട് മർച്ചൻ്റ് പുള്ളി അവിടെ ഉണ്ടായിരുന്നു. നൈസ് ഫെല്ലോ, ഫിൽറ്റി റിച്ച്. പക്ഷെ എന്താ സംഭവിക്കുന്നത്, ഈ രോഗം കാരണം ടോട്ടൽ ക്രിപ്പിൾഡ് ആണ് പുള്ളി. കൈ കാല്
എല്ലാം തളർന്ന് ബോഡി മാത്രമുണ്ട്. അത് ഇത് മാത്രം അതിൻ്റെ അകത്തൊക്കെ ഏതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഭീകരത ഭയങ്കരമാണ്. അപ്പോൾ അവരെയും, കാരണം അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, പിന്നെ പല കാര്യം, അപ്പോൾ അവരെയും നമ്മൾ സഹായിക്കുക. എക്കോണമിക്കലി ബാക്ക്വേർഡ് ആയ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്കുള്ള എഡ്യൂക്കേഷൻ പദ്ധതികളെ കുറിച്ചും ഒന്ന് പറയാമോ സർ? കുട്ടികളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ചിടത്തോളം ഇന്ന് സ്റ്റേറ്റ് ബോർഡ് സ്കൂൾ, ഗവൺമെൻറ് സ്കൂളെല്ലാം ഓൾമോസ്റ്റ് ഫ്രീ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്തും ധാരാളം, അതുപോലെ മറ്റുള്ള സ്കൂളുകളിലൊക്കെ ഇപ്പോൾ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരൊക്കെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും ഫീസ് അടക്കാൻ പറ്റാത്ത അവസ്ഥയും. ഇപ്പം ഇന്നലെ ഒരു ആള് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, മകള് CAക്ക് പഠിച്ചുകൊണ്ടിരിക്കുക, ഫസ്റ്റ് ഇയർ 100% പാസ്സായി, പക്ഷേ ഫർദറായിട്ട് പഠിക്കാനുള്ള ഇതില്ല, ഫീസ് കൊടുക്കാനില്ല. ഇതുപോലുള്ള ധാരാളം കേസുകളും വരും. അപ്പോൾ ഇവരെല്ലാം നമ്മൾ ആ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. എലിജിബിലിറ്റി, അത് പിന്നെ ജെന്യൂൻ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇത് എന്ത് ചെയ്താലും നമ്മളെല്ലാം ഒരു അതിനെക്കുറിച്ച് നല്ലൊരു എൻക്വയറി ചെയ്തിട്ട് മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ ഇവർക്ക് കൂടുതലുള്ള മോട്ടിവേഷൻസിൻ്റെ ക്ലാസ്സുകളൊക്കെ കൊടുക്കണം. ഇപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് 15 കുമ്പളങ്ങിൽ സെയിൻറ്റ് പീറ്റേഴ്സ് ഹൈസ്കൂളിൽ ഞാൻ നമ്മുടെ DGP കൊണ്ടുപോയിട്ട്, പഴയ DGP അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് അവിടെ അദ്ദേഹം ഈ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാൾ, എഡ്യൂക്കേഷനെ കുറിച്ച് അദ്ദേഹത്തിന് മോട്ടിവേഷൻ കൊടുത്തു. അത് ഭയങ്കര ഗംഭീര വിജയം. അതുപോലെ പല സ്ഥലങ്ങളിലും നമ്മളത് കൊടുക്കുന്നുണ്ട്, പല സ്കൂളുകളിലും കൊടുക്കുന്നുണ്ട് മോട്ടിവേഷൻ. സർ, എക്കോണമിക്കലി ബാക്ക്വേർഡായ കുടുംബങ്ങൾക്കുള്ള ഹൗസിംഗ് ഇനീഷ്യേറ്റീവിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഹൗസ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിലൂടെ നമ്മളൊരു വലിയൊരു സെഗ്മെന്റ് തന്നെ ചെയ്തു കൊണ്ടുപോയിട്ടുണ്ട്. 220 വീടുകൾക്ക് ഓൾറെഡി അതിൻ്റെ സപ്പോർട്ടുകൾ കൊടുത്തു, 10-20 വീടുകൾ നമ്മൾ പണിതും കൊടുത്തു. പക്ഷേ ഇതിൽപ്പെടാത്ത പല ആൾക്കാരും നമ്മളുടെ അടുത്ത് വരും, സപ്പോർട്ട് ചെയ്യണമെന്ന് പറയും. ഇന്നും ഒരു വീട്ടിലേക്ക് ഒരു 500 സ്ക്വയർ ഫീറ്റ് വീട് പണി തീർക്കാനായിട്ട് 500 സ്ക്വയർ ഫീറ്റ് ടൈല് വേണോ, അത് വേണമെന്ന് പറഞ്ഞ് ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ തന്നെ ഇവിടെ ഉള്ളവരടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതുപോലെ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ. അവർ വരുന്നത് അവർക്ക് എന്തെങ്കിലും നമ്മളുടെ നിന്ന് കിട്ടും, അല്ല അങ്ങനെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് വരുന്നു. അല്ലാത്തടത്ത് ചിലപ്പോൾ കയറി ചെല്ലാനും കൂടി പറ്റില്ല. ഇല്ലേ, സാധാരണ മറ്റുള്ളവരൊക്കെ ചിലപ്പോൾ അവർ മാറി നിൽക്കുന്നുള്ള രീതിയിൽ പറയും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ എല്ലാ തലങ്ങളിലും നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അതെ, അല്ല ഇതിൻ്റെയൊക്കെ പ്രധാന ഘടകം ഞാൻ മറ്റുള്ളതൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ഇവരുടെ എല്ലാം പ്രാർത്ഥന നമ്മൾക്കുണ്ടാവും. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഒരാളുടെ കണ്ണീര് ഒപ്പുമ്പോൾ ആ കുടുംബത്തിൻ്റെ, ആ വ്യക്തിയുടെ ഒരു പ്രാർത്ഥന, ഒരു ബ്ലെസ്സിങ് ഉണ്ട്. അതൊരിക്കലും നമ്മൾ പ്രാർത്ഥനയിലൂടെ മേടിക്കാൻ പറ്റില്ല, കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റില്ല. അത് അവരുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ വരണം. കേരളം കണ്ട ഏറ്റവും വലിയ ഡിസാസ്റ്റർ ആണല്ലേ പ്രളയം എന്ന് പറയുന്നത്. ആ സമയത്ത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് നൽകിയ സഹായങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ സർ? പ്രളയത്തിൻ്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടിലേക്കും പോയി. പക്ഷെ നമ്മളത് ഒരിക്കലും ആ പ്രളയം വന്നപ്പോൾ നമ്മൾ ഉൾവലിഞ്ഞ് നിന്നില്ല. നമ്മൾക്കും വേണമെങ്കിൽ മാറി നിൽക്കാം. നമുക്ക് CSR ഫണ്ടില്ല, ഒന്നുമില്ല. ഇപ്പോൾ ഇതെന്ത് ചെയ്താലും അത് കമ്പനിയുടെ പോക്കറ്റിൽ നിന്ന് ചെയ്യുന്നതാണ്, അത് ചാരിറ്റി ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളോട് ആരും ചോദിച്ചില്ല, ഒരാൾ പോലും ചോദിക്കാനും വന്നില്ല വീടിനെ കുറിച്ച്. കാരണം അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തീരുമാനമെടുത്തു, ഒരു ഏരിയ എടുത്തെടുത്തിട്ട് അവിടെ കംപ്ലീറ്റ് വീട് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പറൂരപ്പുറത്ത് ഒരു സ്ഥലത്ത് നമ്മളൊരു 25 വീടുകളോളം പണിത് കൊടുത്തു, ബ്യൂട്ടിഫുൾ വീടുകൾ. അവിടെ പോയി ഞാനും പോയി കണ്ടു. അവരുടെ അവസ്ഥ വളരെ മോശമായിരുന്നു, അത് ചെയ്തു കൊടുത്തു. അതുകൂടാതെ ഒരു 100-ൽ പരം വീടുകൾക്ക് നമ്മൾ മെയിൻ്റനൻസ് സെൻസ് ഡാമേജ് ആയ വീടുകളൊക്കെ റിപ്പയർ, ബാക്കി സ്ട്രക്ചർ എവരിത്തിങ് ഓക്കെ എന്നുള്ളതുണ്ടെങ്കിൽ അത് നമ്മൾ റിപ്പയർ ചെയ്തും അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തും. അതിൻ്റെ വെറുതെ ഒരു പ്ലാസ്റ്റർ ചെയ്യുന്ന ഒരു ഇതല്ല, ബാക്കിയല്ല, അതിൻ്റെതായ കുറേ ഇതുണ്ട്. അങ്ങനെ ഒരു 100-110 വീടുകൾ അങ്ങനെ ഉണ്ടായിരുന്നു.
കൂടെ ഒരു 25 വീട് പുതിയതായിട്ടും പണിത് കൊടുത്തു. സർ, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ സാറിന് ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു മൊമെന്റ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാവൂ? അതൊരു കുറേ നാളുകൾക്ക് മുമ്പ്, ഇപ്പോൾ ഈ 5-6 വർഷങ്ങളൊന്നുമില്ല. അന്നൊരു ദിവസം ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ അന്നത്തെ എറണാകുളം ജില്ലാ കളക്ടർ രാജമാണിക്യൻ സാറായിരുന്നു, IAS. അപ്പോൾ ഇതെൻ്റെ കോള് വന്നെനിക്ക്. അപ്പോൾ ഞാൻ എന്താ സാറേ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ജോസഫ് എവിടെയുണ്ട്? ജോസഫ് ജി എന്ന് വിളിക്കുള്ളൂ. ജോസഫ് ജി എവിടെയുണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഓഫീസിലുണ്ട്. ഞാൻ ഏതാണ്ട് ഓഫീസിൻ്റെ അടുത്തെത്തി. ഒന്ന് വരൂ, എൻ്റെ കാറിൽ കയറും, നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, സാറ് മാറ്റി നിന്നു, ഞാൻ എൻ്റെ വണ്ടിക്ക് വന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഇതൊന്നും പറഞ്ഞിട്ടില്ല പുള്ളി എൻ്റെ അടുത്ത്. ആ ഒരു തൃപ്പൂണിത്തുറയിലൊരു വീട് കാണണം, അതൊന്ന് റിപ്പയർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് പോയി നോക്കാം. അദ്ദേഹമായിട്ട് ഞാൻ വളരെ അടുപ്പമാണ്. ഇതിപ്പോൾ അദ്ദേഹം കുറേ ചാരിറ്റിയും ഇതിപ്പോഴുള്ള പൊതുസേവനമൊക്കെ കൂടുതലുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ അവിടെ ചെന്ന് ഈ വീട് നോക്കുകയാണ്. നോക്കുമ്പോൾ ഇന്ന് മഴക്കാലം തന്നെ കേട്ടോ, റോട്ടൺ വീടെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അകത്ത് കയറിയ വീഴും എന്നുള്ളൊരു അവസ്ഥയിലുള്ള വീട്. അപ്പോൾ ഞാൻ കളക്ടറോട് പറഞ്ഞു, സാറ് വരണ്ട, ഞാൻ കയറി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതിൻ്റെ അകത്ത് കയറി നോക്കുക. ഈ വീടിൻ്റെ അകത്ത് ഒരു അരടി കൂടുതൽ വെള്ളമുണ്ട്, മുങ്ങിക്കിടക്കുക. എന്നിട്ട് അവിടെ താമസിക്കുന്നത് ഒരു വലിയമ്മ, ഏകദേശം ഒരു 80 വയസ്സുണ്ടാവും. പിന്നെ ആ അമ്മയുടെ കൊച്ചുമോൻ ഒരു 40 വയസ്സ് എന്തൊക്കെ ഉണ്ടാവും. ഡിഫറെൻ്റ്ലി ഏബിൾഡാണ്, ഓട്ടിസം ഉള്ള കുട്ടിയാണ്. കുട്ടിയല്ല, അയാൾ വലിയൊരു മനുഷ്യനാണ്. അപ്പം ഞാനും കളക്ടറും കൂടി അവർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ രാത്രി എങ്ങനെ കിടന്നു, ഒരു ബെഡ്, ഒരൊറ്റൊരു കോട്ടുണ്ട്, ചെറിയൊരു കോട്ടാണ്, അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. അവിടെ ചെറിയ ചെറിയ പാത്രങ്ങളുണ്ട്, പട്ടിണിയും പരിവട്ടമാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ കാലത്ത് ഒരു വൈകുന്നേരം ഒരു സമയമാകുമ്പം മകൻ കൊച്ചുമോൻ കയറി കിടന്ന് അതിൻ്റെ അകത്ത് കയറി കിടത്ത് ഉറക്കും. ഞാൻ അവൻ ഇറങ്ങിക്കഴിഞ്ഞാൽ 2 മണിയാവുമ്പോൾ ഞാൻ അവനെ എഴുന്നേൽപ്പിക്കും. കാരണം എനിക്ക് ഇരിക്കാനും സ്ഥലമില്ല, കിടക്കാനും സ്ഥലമില്ലല്ലോ. അവനെ എഴുന്നേൽപ്പിച്ചിട്ട് ഞാൻ കയറി കിടന്നു. അതൊരു ഭയങ്കര ഒരു എന്താ പറയുക, എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ അനുഭവമാണത്. ഇങ്ങനെയും ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നുള്ള കാര്യം. അപ്പുറത്തിപ്പുറത്തൊക്കെ ധാരാളം വീട്ടുകാരുണ്ട്, ഒരാളും അവരെ സഹായിക്കാനില്ല. അപ്പോൾ ഞാൻ കളക്ടറോട് പറഞ്ഞു, സാർ ഇത് റിപ്പയർ അല്ല ചെയ്യാൻ പറ്റും, ഇത് പൊളിച്ച് പണിത് കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളത് പൊളിച്ച് പണിത് കൊടുത്തു. അന്ന് ഏറ്റവും കൂടുതൽ ഞാൻ നോട്ട് ചെയ്ത ഏറ്റവും വലിയ എനിക്ക് എന്താ പറയുക, ഒരു അത്ഭുതമായിട്ട് തോന്നി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഹാൻഡിങ് ഓവറായിരുന്നു. ഹാൻഡിങ് ഓവറിൽ ചെന്നു, നമ്മൾ കൊടുക്കണമല്ലോ, കൊടുത്ത് താക്കോൽ കൊടുക്കണമല്ലോ, ഒഫീഷ്യലായിട്ട് കൊടുക്കും. അങ്ങനെ ചെന്ന് ഇത് ചെയ്തപ്പോൾ അടുത്ത കൗൺസിലറാണ് അവരൊക്കെ ഉണ്ടായിരുന്നു, നാട്ടുകാർ കുറച്ചുപേരൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചെയ്ത് ഇതൊക്കെ കൊടുത്തു. അമ്മച്ചി വളരെ സന്തോഷമായി. 1 വർഷത്തേക്കുള്ള പ്രൊവിഷൻസ് മുഴുവനും കൊടുക്കാനായിട്ടുള്ള പൈസ കൊടുത്തു. ഇത് കഴിഞ്ഞ് അമ്മച്ചിനോട് 2 വേർഡ്സ് പറയാൻ പറഞ്ഞപ്പോൾ ഈ അമ്മച്ചി വന്നിട്ട്, അല്ല അമ്മച്ചിക്ക് വേണ്ടി, അമ്മച്ചിക്ക് സംസാരിക്കാൻ പറ്റില്ല, അമ്മച്ചിക്ക് വേണ്ടി മെമ്പറോടാ പറയാൻ പറഞ്ഞു, കൗൺസിലറിനോട്. അപ്പോൾ അദ്ദേഹം വന്ന്, അടുത്ത നെയ്ബർ തന്നെ, അദ്ദേഹം വന്നിട്ട് ആ എക്സ്പീരിയൻസ് പറയാൻ പുള്ളി. ഈ വീട് പണി തീർന്നപ്പോൾ നമ്പർ ഇടണയ്ക്ക് മുമ്പ് ഗവൺമെൻറ്റിൻ്റെ പോലെ പ്രോഗ്രാം ഉണ്ടല്ലോ, എന്തോ ലൈഫോ അതൊക്കെ അന്നുണ്ടോയെന്നുള്ള അതുപോലുള്ളൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് പുള്ളിക്കാരത്തേക്ക് വീട് കംപ്ലീറ്റ് ചെയ്യാൻ 2.5 ലക്ഷം രൂപ പാസ്സായി, അത് മുനിസിപ്പാലിറ്റിയിൽ വന്നിട്ടുണ്ടെന്നു. ഈ വിവരം ഈ കൗൺസിലർ ഈ അമ്മാമ്മനോട് വന്ന് പറഞ്ഞു. അപ്പോൾ അമ്മാമ്മ പറഞ്ഞ ഇതെന്താണെന്ന് പറയുക, മോനെ എനിക്കൊരു വീട് കിട്ടി, ഇതുപോലെ വീടില്ലാതെ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്, ആ 2.5 ലക്ഷം രൂപ അവർക്ക് കൊടുക്കും, എനിക്ക് വേണ്ട. അതിൻ്റെ ആ മനസ്സൊന്ന് നോക്കിയേ. ഇത് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ, സമൂഹത്തിൽ എല്ലാവരും വളരെയധികം എന്താ പറയുക, സെൽഫിഷായിട്ട് ജീവിക്കുമ്പോൾ ജീവിക്കാൻ വഴിയില്ല.
ഭക്ഷണം വാങ്ങിക്കാൻ കഴിയില്ല, മകന് പണിയെടുക്കാൻ പറ്റില്ല, ഇവർക്ക് പണിയെടുക്കാൻ പറ്റില്ല. അവർക്ക് വേണമെങ്കിൽ അത് വാങ്ങിക്കാമായിരുന്നു. ആരായാലും സ്വീകരിക്കില്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതൊരു ലൈഫിലെ ഏറ്റവും വലിയ ടച്ചിങ് ഉള്ള ഒരു പോയിന്റാണ്. കാര്യം അവരുടെ മുമ്പിൽ ഒരു ദൈവത്തിനെ കണ്ടു. അത്രേ ഉള്ളൂ. അതാണ് അവർ പറഞ്ഞു, മനസ്സിലായില്ലേ? അത് പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിൽ കിഡ്നിയുടെ പ്രോബ്ലം ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളൊരു പ്രോഗ്രാമിൻ്റെ ഫാദറിൻ്റെ പേര് ചെയ്തു. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ 27 കിഡ്നി പേഷ്യൻസ് ഉണ്ട് കുമ്പളങ്ങിയിൽ ഈ ഡയാലിസിസ് ചെയ്യണം. ഇവർക്ക് എല്ലാവർക്കും ഫുൾ ഡയാലിസിസിന് വേണ്ടിയുള്ള പൈസ കൊടുക്കണം അവിടെ. അപ്പോൾ എല്ലാ പാവപ്പെട്ട ആൾക്കാരും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു അമ്മച്ചി ഒന്നിൻ്റെ നെഞ്ചത്ത് കൈ വെച്ചിട്ട് പറയണം, മോനെ നീയാണ് സാക്ഷാൽ ദൈവം എന്ന്. കാരണം അവരുടെ കണ്ണുനീര് കാണുമ്പോൾ ഉണ്ടല്ലോ, അതൊരു വലിയൊരു വികാരമാണത്. വികാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിന് ഇപ്പോൾ ഇവിടെ കോടികൾ നമ്മൾ ഉണ്ടാക്കിയാലും എനിക്കത് ഒരു വികാരമായിട്ട് തോന്നിയിട്ടില്ല. ഇതൊരു പാഷൻ്റെ പുറത്തു പോകും. പക്ഷെ അതെന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണീര് കാണുമ്പോൾ ആ മനസ്സമാധാനം, ആ സന്തോഷം, പ്രാർത്ഥന. അപ്പോൾ പല ആൾക്കാരും ഇതൊക്കെ പറയുന്നതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ എല്ലാവരും തഴയുന്ന രീതിയാണ് നമ്മളുടെ നാട്ടിലുള്ളത്. എല്ലാവരും ഒന്നുമില്ല, ചെയ്യുന്നുണ്ടാവും. ഹെൽപ്പിംഗ് ഹാൻഡ് ഒരു സംരംഭം മാത്രമല്ല, അതൊരു പ്രതിജ്ഞയാണ്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഈ ദൗത്യം ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു കോൺവെർസേഷൻ അവസാനിപ്പിക്കാം. താങ്ക് യു സോ മച്ച് സർ ഫോർ യുവർ കോൺട്രിബ്യൂഷൻ ആൻഡ് ഫോർ യുവർ വാല്യുബിൾ ടൈം. താങ്ക് യു.